സമാധാന സന്തോഷം ദാനമായ സമാധാന സന്തോഷം ദാനമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ തളർന്ന കൈകള്, അതായത് തളർന്ന്, അത് പ്രത്യേകിച്ച് ഈ വലത് കൈയുടെ ചട്ടത്തിൻ്റെ മണി തൊട്ട് താഴേക്കുള്ള തളർന്ന കൈകൾ, നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഉയർത്താനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹൃദയത്തിന് ശ്വാസം മുട്ടും. കൈ ഉയർത്താൻ നോക്കിയാൽ, കൈ നേരെയാക്കാൻ നോക്കിയാൽ എന്തോ ഒരു പിടുത്തം ഹൃദയത്തിൽ തോന്നും. ആരോഗ്യ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഓരോ മക്കളുടെയും രോഗങ്ങൾ അറിഞ്ഞുകൊണ്ട് സൗഖ്യം വെളിപ്പെടുത്തുന്ന ദൈവമേ, അങ്ങേക്ക് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചില ചുട്ട സാധനങ്ങൾ കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ പറയാറില്ല. ഇതൊരു റെയർ കേസാണ്. ഒരു പക്ഷേ 10,000 പേർക്ക് വരുന്ന രോഗങ്ങളായിരിക്കാം. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സൗഖ്യദായകനായ യേശുവേ, അനുഗ്രഹിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കല്യാണം തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വസ്തു വിൽപ്പനയുള്ളവരെ, വീടില്ലാത്തവരെ, പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷ എഴുതുന്നവരെ, SSLC എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന മക്കള്, എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് ജോലി ഇല്ലാത്തവരെ, ഇൻ്റർവ്യൂ ടെസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കർത്താവേ 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 സ്പർശിക്കണം. കർത്താവേ, മക്കളില്ലാത്തവരെ സ്പർശിക്കണം. കർത്താവേ, മക്കളില്ലാത്തവരെ സ്പർശിക്കണം. കർത്താവേ, തടസ്സങ്ങൾ, പോലീസ് വഴക്കുകൾ, പോലീസ് കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, കർത്താവേ, കോടതി കേസുകൾ, യാത്രകൾ, ഇൻ്റർവ്യൂ ടെസ്റ്റ്, റീവാലുവേഷൻ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യത പരീക്ഷകൾ, സാമ്പത്തിക കടങ്ങൾ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യത പരീക്ഷകൾ, IELTS പോലെയുള്ള യോഗ്യത പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റിന്, അതുപോലെ തന്നെ റീവാലുവേഷന് കൊടുത്തിട്ടുള്ളവർ, കോടതി കേസുകൾ, തർക്കങ്ങൾ, ഭാഗോടമ്പടി നടക്കാത്തവർ, അകലങ്ങളിലേക്കും വിദൂരങ്ങളിലേക്കും അന്യരാജ്യങ്ങളിലേക്കും ജോലിക്ക് യാത്ര നിശ്ചയിച്ചിരിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള പേപ്പർ, വിസ പ്രോസസ്സിങ്, എംബസി, എമിഗ്രേഷൻ, PR, അതിനോട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തിയുടെ കർത്താവിൻ്റെ ശക്തിയുടെ പരിശുദ്ധയുടെ മധ്യസ്ഥത്താൽ നിറയട്ടെ. നിത്യവരുമാനം നഷ്ടപ്പെട്ടവരെ, കുടുംബത്തിലെ വരുമാന മാർഗമുള്ളവരെ കുടുംബത്തിൽ നിന്ന് അകന്നു പോവുകയോ, സ്ഥിരമായി സഹായിച്ചുകൊണ്ടിരുന്നവരെ ഇപ്പോൾ സഹായിക്കാതെ ഇരിക്കുകയോ ചെയ്യുന്നവരെ, വല്ല പാരയും സൂചിയൊക്കെ നാട്ടുകാരെ വട്ടം ചവിട്ടിയിട്ട് വീട്ടുകാർ വേറെ രീതിയിൽ വെച്ചിട്ട് നമ്മുടെ വരുമാന മാർഗം മുട്ടിപ്പോകുമ്പോൾ മുട്ടിച്ച് കളഞ്ഞവരോട് നീ വൈരാഗ്യം തോന്നരുത്. ദൈവം മുട്ടിക്കാതെ ആർക്കും നമ്മളെ മുട്ടിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി. അല്ല, അവരങ്ങനെ യക്ഷണപ്പെടുത്തിയതാണ് നമുക്ക് പൈസ തരാത്തതെന്നും പറയണ്ട. എല്ലാവരെയും ക്ഷമിക്കാൻ പറഞ്ഞിരിക്കുക. കാര്യം ദൈവത്തെ മാത്രം ആശ്രയിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ദൈവം മുട്ടിക്കുമ്പോൾ മാത്രമേ നമ്മൾ മുട്ടിപ്പോകത്തുള്ളൂ. നാട്ടുകാരെ മുട്ടിച്ചാൽ മുട്ടിപ്പോകത്തില്ല. കർത്താവിൻ്റെ വിശുദ്ധയുടെ വരുമാന മാർഗങ്ങൾ, പുതിയ ചിലവുകൾ വന്നപ്പോൾ പുതിയ വരുമാന മാർഗങ്ങളില്ലാതെ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയിരുന്നെങ്കിലെന്ന് ചിന്തിക്കുന്നവർ, കടയായാലും ശരി, ജോലി ആയാലും ശരി, വീടിനടുത്ത് ജോലി കിട്ടിയാൽ മാത്രമേ ചിലർക്ക് കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ആ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മറ്റകലങ്ങളിൽ ജോലി ചെയ്തിട്ട് കാര്യമില്ല.
അതുകൊണ്ട് ഏറ്റവും വീടിൻ്റെ അടുത്ത് തന്നെ ജോലി കിട്ടണം, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണം. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും വ്യാപാരങ്ങളോ വ്യവസായങ്ങളോ ഏജൻസികളോ മറ്റു വരുമാന മാർഗങ്ങൾ, സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കാനും വരുമാന മാർഗം കൂടാൻ വേണ്ടി ശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. ജീവിത സാഹചര്യങ്ങളുടെ മേൽ അവിടുത്തെ കരുണ ചൊരിയണമേ കർത്താവേ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഡേറ്റുകൾ ഇട്ടിരിക്കുന്നവർ കൃപാസനത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്നാണ് സമയത്തിന് മേലുള്ള അമ്മയുടെ അധികാരം. സമയഘടികാരം നെഞ്ചു ചാർത്തിയ അമ്മ എല്ലാ പ്രാർത്ഥനകളും സമയത്തിന് വലിയ പ്രാധാന്യമാണ്. അമ്മ ഒരു സമയം നിശ്ചയിച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിൻ്റെ ജോലി സമയം നിൻ്റെ തീയതികളെല്ലാം നീ മനസ്സിൽ കോർക്കുക. നിനക്ക് സങ്കടപ്പെടുന്ന തീയതികളുണ്ടാകാം, സന്തോഷിപ്പിക്കുന്ന തീയതികളുണ്ടാകാം. പൈസ ഇങ്ങോട്ട് കിട്ടാനുള്ളതാണെങ്കിൽ സന്തോഷിപ്പിക്കുന്ന തീയതിയാണ്. ജോലിക്ക് ഹാജരാകാനുള്ളതാണെങ്കിൽ സന്തോഷിപ്പിക്കുന്ന തീയതിയാണ്. കോടതി ഹാജരാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുത്തുന്ന തീയതിയാണ്. പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറയുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുത്തുന്ന തീയതിയാണ്. കാശാറിന് കൊടുക്കാനുണ്ടെങ്കിൽ അത് സങ്കടപ്പെടുന്ന തീയതിയാണ്. ദൈവവേദനെ സങ്കടപ്പെടുന്ന തീയതികളെ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. ദൈവവേദനെ സന്തോഷിപ്പിക്കുന്ന തീയതികളെ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. അതിശക്തമായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ബാധ്യതകളുടെ മേൽ കർത്താവേ അവിടുത്തെ കരുണ ചെയ്യണമേ കർത്താവേ. ഞങ്ങളുടെ കടബാധ്യതകളുടെ മേൽ കർത്താവേ അവിടുത്തെ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ തൊഴിൽ മേഖലയുടെ മേൽ അവിടുന്ന് കരുണ ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് വേണ്ടി ജീവിക്കണം ദൈവത്തിന് തോന്നിയാൽ പിന്നെ 1000 വട്ടം ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവം നമ്മുടെ കൂടെ നിർത്തണ ആത്മാർത്ഥമായ ചില ദൈവസ്നേഹ നടപടികൾ നിങ്ങളോട് ഓർപ്പിച്ചതേ ഉള്ളൂ. ഇതൊന്നും അമിതമായ ഒരു ഭാരവുമല്ല. ആത്മാർത്ഥമുള്ളവർക്ക് ഭാരം കുറഞ്ഞിരിക്കും. കർത്താവിന് വേണ്ടി വേല ചെയ്യാം. കർത്താവ് സത്യമാണെന്നറിയണം. കർത്താവിന് വേണ്ടി വേല ചെയ്യണമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട പോലെ എല്ലാവരും ഈശോ നിത്യരക്ഷ പ്രാപിക്കണമെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. നമുക്ക് കർത്താവിന് വിശുദ്ധമായ രത്നം ലോകത്തിൻ്റെ ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഈശോ മരിച്ചത്. ഈശോ മരിച്ചത് എല്ലാവരുടെ ആത്മാക്കൾ രക്ഷപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ കാരണം. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന പത്രം വാങ്ങിച്ച് കൊടുക്കുക മാത്രമല്ല, അത് കൊടുക്കുന്ന വ്യക്തികൾ കർത്താവിനെ കണ്ടെത്തി ജീവിക്കാൻ വേണ്ടി ഇരുന്ന് ജപമാല ചൊല്ലി മധ്യസ്ഥം വഹിക്കണം. അപ്പം ദൈവം നിന്നെയും അവരെയും വലിയ സാക്ഷികളായി ഉയർത്തും. ആരെയും നിർബന്ധപൂർവ്വം മതം മാറ്റിയിട്ട് ജ്ഞാനസ്നാനപ്പെടുത്താനല്ല, പക്ഷേ യേശു എന്ന വ്യക്തിയെ അറിയണത് നിത്യത പ്രാപിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അത് നിങ്ങൾക്കതിനുള്ള അവകാശമുണ്ട്. യേശുവിനെ അറിയാനുള്ള അവകാശം അവർക്കുണ്ട്. അവിശ്വാസികളുടെ അവകാശത്തെ മാനിക്കുന്നതാണ് മിഷൻ പ്രവർത്തനത്തിൻ്റെ അന്തസത്ത. സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും വേണ്ടിയുള്ള സുവിശേഷ വേലയ്ക്കായി ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച ദൈവമേ, അതിനെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കർത്താവേ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചകളുടെ മേൽ ഞങ്ങൾ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി. കർത്താവെ, ഞങ്ങളുടെ ജീവിത വിഷയങ്ങളുടെ മേൽ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചു. എല്ലാ വിഷമതകളും ശ്രദ്ധിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച ദൈവമേ സ്തോത്രം കർത്താവേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 വിളിച്ച ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നീതു. ഞാനൊരു ഹിന്ദുവാണ്. ഞാനിവിടെ അടുത്തുനിന്ന് തന്നെയാണ് വരുന്നത്. കലവൂരാണ് വീട്.
2023 തൊട്ട് ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പം ആ ടൈമിലൊക്കെ ഞാൻ ഒത്തിരി എക്സാമൊക്കെ എഴുതുന്നുണ്ട്, നല്ല മാർക്കുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ആ മാർക്ക്, ഇതൊരു ജോലിക്ക് വേണ്ടി കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിട്ട് പോലും എനിക്ക് ജോലി കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പം ഈ റീസെൻ്റായിട്ട് എഴുതിയ നല്ല എക്സാമിനൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്ത് എൻ്റെ പരിചയത്തിലുള്ളൊരു സിസ്റ്റർ പറഞ്ഞ്, നീ ഉടമ്പടി എടുക്ക്, കൃപാസനത്തിൽ ചെല്ല്, അവിടെ ചെന്ന് നിൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്ക്, നിനക്കിത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞ്. പക്ഷേ സിസ്റ്റർ ഇതെൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്കൊട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എൻ്റെ കഴിവിലായിരുന്നു വിശ്വാസം. ഞാൻ എഴുതുന്ന എക്സാമിനൊക്കെ എനിക്ക് മാർക്ക് കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനും ഉടമ്പടി എടുക്കണമെന്നായിരുന്നു എൻ്റെ ചിന്ത. അപ്പം എനിക്കതൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. സിസ്റ്റർ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞും എക്സാമിന് എനിക്ക് അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് കിട്ടിയിട്ട് പോലും ഫൈനൽ കീ വരുമ്പോൾ എൻ്റെ ആൻസേഴ്സ് എല്ലാം ക്യാൻസലായി പോവുകയാണ്. അങ്ങനെ അത് തുടർച്ചയായിട്ട് 2 എക്സാമിനും നല്ല മാർക്ക് കിട്ടിയിട്ടും എനിക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായി, ഇനി എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല, എനിക്കിനൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, സിസ്റ്റർ പറഞ്ഞ പോലെ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാനിവിടെ ഒരു സെപ്റ്റംബർ, അതായത് 2024 സെപ്റ്റംബർ മാസത്തിൽ ഞാനിവിടെ വന്ന് ഇവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട്, കാരണം ഇവിടെ അടുത്താണെങ്കിൽ പോലും ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം സിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് ഞാൻ വന്ന് ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ഓരോരുത്തർ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ ആ സമയത്ത് കൂടുതലും കേട്ടുകൊണ്ടിരുന്നത്. അപ്പം അവർ ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പം അവർക്ക് അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ സമയത്ത് എൻ്റെ PSC എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു കേസിൻ്റെ വിധി നടക്കുകയാണ്. പക്ഷെ ആ വിധി വരുന്നില്ല, താമസിക്കുക. ചോദിക്കുമ്പോൾ സാറന്മാർ പറയുന്നത് ആ വിധി വരില്ല, വർഷങ്ങൾ നീണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ആ വിധി വരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞാനപ്പോൾ ഇവിടെ ഇരുന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ എനിക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റണം. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ആലോചിച്ചു, അയ്യോ, ഞാൻ മാതാവിന് കൊടുത്ത ഡേറ്റ് ഒത്തിരി അടുത്ത് പോയല്ലോ, ഇത്തിരി കൂടി നീട്ടി കൊടുക്കേണ്ടതായിരുന്നു മാതാവിന്. കാരണം ഇത്ര പെട്ടെന്ന് മാതാവിന് അത് സാധിച്ചു തരാൻ പറ്റുമോ? പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ആ റിസൾട്ട്, ഞങ്ങളുടെ ആ കേസിൻ്റെ റിസൾട്ട് പെട്ടെന്ന് വരികയായിരുന്നു. ആ സമയത്ത് എനിക്ക് മാതാവിനോട് വിശ്വാസം കൂടി. കാരണം വരത്തില്ല എന്ന് പറഞ്ഞ വിധിയാണ് വന്ന്, ഞാൻ എൻ്റെ വിശ്വാസപ്രകാരം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ എനിക്ക് ആ വിധി അറിയാൻ പറ്റി. അങ്ങനെ എനിക്ക് വിശ്വാസം കൂടി. അതിന് ശേഷമാണ് ഞാൻ 2024 ഒക്ടോബർ 1 ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നത്. അപ്പം ആ സമയത്ത് ഞാനിവിടെ വന്ന് ക്ലാസ്സിലൊക്കെ ഇരുന്ന് അച്ഛൻ പറയുന്ന പോലെ നല്ല രീതിയിൽ ആദ്യത്തെ 1-2 ആഴ്ച നല്ല രീതിയിൽ ഉടമ്പടിയെല്ലാം പാലിച്ചുകൊണ്ട് പോയി. പിന്നെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഉടമ്പടിയിൽ ഞാൻ വീഴ്ചകളൊക്കെ വരുത്താൻ തുടങ്ങി, പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം ആ സമയം ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ സ്വപ്നങ്ങളിൽ മാതാവ് ഇങ്ങനെ വന്നിട്ട് പറയും, നീ എന്താണോ ആഗ്രഹിക്കുന്നത് എനിക്ക് നിനക്ക് തരണമെന്നുണ്ട്, പക്ഷെ നീ ഉടമ്പടി നന്നായിട്ട് പാലിക്കണം. പക്ഷെ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല, അതെനിക്കങ്ങനെ തോന്നിയതായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ വീണ്ടും ദിവസങ്ങളിൽ ഞാൻ ആ സ്വപ്നം തന്നെ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി, നിനക്ക് തരണമെന്നുണ്ട്, നീ നിൻ്റെ ഉടമ്പടി നന്നായിട്ട് പാലിക്കണമെന്ന്. അപ്പം ഞാനത് ഗവനിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ വെളുപ്പിനെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥന കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. ഒരു 10-15 മിനിറ്റത്തെ പ്രാർത്ഥനയാണെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ഞാൻ ശരിക്കും വെട്ടി വീർത്ത്, എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും ഒന്നും എനിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, ഞാൻ ആ തറയിൽ തളർന്ന് വീഴുകയാണ് ചെയ്തത്. അപ്പം എനിക്ക് മനസ്സിലായി, ഇത് മാതാവിൻ്റെ ഇടപെടലാണ്. മാതാവ് എനിക്കത് തരാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ വീഴ്ച മൂലമാണ് എനിക്കതിലൊരു തടസ്സം വരുന്നതെന്ന്. ആ തിരിച്ചറിവ് എനിക്ക് ഉണ്ടായ നിമിഷം തന്നെ മാതാവിനോട് എൻ്റെ തെറ്റുകളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ഉടമ്പടി ഞാൻ അവിടെ തുടങ്ങിയ. അതിനു മുമ്പ് വരെയും ഈ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം, അതായത് PSC പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ നോക്കുന്നത് കൊണ്ട് സമയം പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാൻ പറയുമ്പം എനിക്കത് വലിയ വിഷമമായിട്ട് വന്നു. കാരണം ഞാനത് പഠിച്ചാലല്ലേ എനിക്ക് കിട്ടുമെന്നായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉടമ്പടി നന്നായിട്ട് മുന്നോട്ട് പോകും തോറും ഞാൻ ആ സമയം നോക്കാതെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഏകദേശം 1 മണിക്കൂറിൽ കൂടി ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്ന്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ മാതാവിനോടും കർത്താവിനോടും ബൈബിളിനോടും കൂടുതൽ അടുക്കുകയായിരുന്നു. എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുമായിരുന്നു. അപ്പം ഞാൻ പഠിക്കാം, അതായത് എപ്പോഴും പോലെ പഠിക്കുന്ന പോലെ പഠിക്കാതെ കുറച്ചധികം നേരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരും എനിക്ക് ചുറ്റുമുള്ളവരൊക്കെ പറയും, നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, നീ പഠിക്കുന്നതല്ലേ, നീ പഠിക്കുക, അല്ലാതെ വെറുതെ പള്ളിയിൽ പോയി നടക്കാതെ പത്രങ്ങളൊക്കെ വിറ്റ് നടക്കാതെ നീ സമയം കളയാതെ ഇരുന്ന് പഠിക്കാൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു.
പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് മാതാവിലുള്ള വിശ്വാസമാണ് ഞാൻ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഈ പത്രങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം തൊട്ട് വീട്ടിൽ വരുന്ന സമയം വരെയും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിച്ചു എല്ലാവർക്കും പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യ സമയങ്ങളിൽ എനിക്ക് പത്രം കൊടുക്കാനും നല്ല മടിയായിരുന്നു. കാരണം പുറത്തോട്ടിറങ്ങാത്ത എനിക്ക് അത് മറ്റുള്ളവരിൽ എത്തിച്ച് കൊണ്ട് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പം ഇവിടെ വന്ന സമയത്ത് ഒരു അപ്പച്ചന പറഞ്ഞത്, നീ പത്രം കൊടുക്കുമ്പോഴത്തേക്കും നിനക്കറിയാത്ത ആൾക്കാരുടെ ഇടയിൽ വേണം മാതാവിനെ അറിയിക്കാനായിട്ട്. മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടിയത് അറിയിക്കേണ്ടത് അങ്ങനെയാണെന്ന് പറഞ്ഞ് ആ സമയം തൊട്ട് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് എനിക്ക്, അതായത് ഞാൻ എവിടെയെങ്കിലും, അതായത് മിക്കപ്പോഴും നടന്ന് ചെന്ന് റോഡിലൂടെ പോയി എനിക്കറിയാത്ത സ്ഥലത്ത് ചെന്ന് അവർക്ക് കൊടുക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് പോലും ആയിട്ടില്ല. അപ്പം ഞാനത് മാതാവിനോട് ആ സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു. അതായത് എല്ലാവരും എന്നെ കളിയാക്കും, വർഷങ്ങളായിട്ട് പഠിക്കുന്നവർക്ക് പോലും ജോലി കിട്ടത്തില്ല. ആ പാട്ടിൽ ഇന്നലെ തുടങ്ങി നിനക്ക് എങ്ങനെ ജോലി കിട്ടാനാ, നിനക്ക് കിട്ടില്ല, നീ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ എന്താണോ ചെയ്യുന്നത് അവർക്കത് കാണിച്ചു കൊടുക്കണം. അതുവരെയും എൻ്റെ ഉടമ്പടിയിൽ ആവശ്യം എനിക്ക് ആദ്യത്തെ അഡ്വൈസിലൂടെ ജോലി വേണമെന്നതായിരുന്നു. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ, എനിക്ക് ആദ്യത്തെ അഡ്വൈസിലൂടെ ജോലി മാത്രമല്ല വേണ്ടത്, എനിക്ക് 1ാം റാങ്ക് തന്നെ എന്നെ ഉയർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ദിവസങ്ങൾ ഞാൻ അങ്ങനെ പറയുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്കത് മാതാവ് തന്നു എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിച്ച് എല്ലാ ദിവസവും മാതാവിന് എൻ്റെ റിസൾട്ട് വരുന്നത് വരെയും മാതാവിന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കത് തന്ന് എന്നെ അനുഗ്രഹിച്ചതിന് മാതാവിന് ഞാൻ നന്ദി പറയുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്നെ വഴക്ക് പറയും, നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്, നീ എക്സാം എഴുതുന്നത് അത്ര കോമ്പറ്റീഷൻ ഉള്ളൊരു ജില്ലയിലേക്ക് വേണ്ടിയിട്ടാണ്, അപ്പോൾ നീ ഇങ്ങനെ വിശ്വസിച്ച് എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നിനക്കത് കിട്ടിയില്ലെങ്കിൽ നിനക്ക് ഡിപ്രഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് നിനക്ക് പിന്നെ സഹിക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ മാതാവിലാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് മാതാവ് എനിക്ക് തരുമെന്ന് പറഞ്ഞ്. അപ്പം അതിനു മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഈ ജോലി തരുമെന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച ഏതെങ്കിലും ഒരു സ്കൂളിൽ എനിക്ക് എക്സാം സെൻ്ററായിട്ട് കിട്ടണമെന്നാണ്. അപ്പോൾ ഈ എക്സാമിന് പൊതുവെ ഒരു 100-400 സ്കൂളിൽ എക്സാം സെൻറ്റർ വരും. വെറും 3 സ്കൂളിൽ പഠിച്ച എനിക്ക് അതിൽ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പക്ഷേ ഞാൻ എന്തോ അങ്ങനെ മാതാവിനോട് പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം എനിക്ക് പേടിയായിരുന്നു, ദൈവം എനിക്കത് കിട്ടാതെ വരും. ആകെ 3 സ്കൂളിലും പഠിച്ച് 100-400 സെൻറ്ററും ഉണ്ട്. പക്ഷേ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ എവിടെയാണോ എൻ്റെ പഠിത്തം നിർത്തിയത് അതേ സ്കൂളിൽ എനിക്ക് മാതാവ് എക്സാം സെൻറ്റർ തന്നെ അനുഗ്രഹിച്ച് എനിക്കത് ബോധ്യപ്പെടുത്തി, മാതാവ് കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി. മാത്രമല്ല എനിക്ക് ആ എക്സാമിന് ഡേറ്റ് കിട്ടിയത് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-നായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് വേണ്ടി എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്കത് കൂടുതൽ വിശ്വാസമാകുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ പ്രാർത്ഥന ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിച്ചു. മാതാവ് എനിക്ക് തരും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നു. 2025 ജൂലൈ 18-നാണ് ഞങ്ങളുടെ റിസൾട്ട് വരുന്നത്. അപ്പം റിസൾട്ട് അറിയുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അതുവരെയും ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ട് എൻ്റെ റിസൾട്ട് അപ്പം വരും. പക്ഷെ ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നിനക്ക് എന്തായിരുന്നു ഇത്ര ഉറപ്പെന്ന് ചോദിച്ചു 1ാം റാങ്ക് കിട്ടാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൽ അത്രയും വിശ്വാസമാണ്. അപ്പം പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നത്, നിനക്കാണ് അതിൽ മാർക്ക് ബൈ ഫസ്റ്റ് റാങ്ക്. അതായത് ആ ഒരു എക്സാം എഴുതിയിട്ട് എനിക്കതിൽ 1ാം റാങ്ക് തന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ മാതാവ് എന്നെ ഉയർത്തി. ഒത്തിരി പേര് കളിയാക്കുമായിരുന്നു, പക്ഷേ മാതാവ് എന്നെ അവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ മാതാവിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, മാതാവ് എനിക്ക് 1ാം റാങ്ക് തന്ന് എന്നെ ഉയർത്തുവാണെങ്കിൽ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞൊരു ഫ്ലെക്സ് വെക്കുമെന്ന്. അത് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ എൻ്റെ ആഗ്രഹം അതായിരുന്നു, മാതാവിന് നന്ദി പറഞ്ഞ് വെച്ചതിന് ശേഷമേ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വരുമെന്ന്. ഇന്നലെ രാത്രി 12 മണിക്ക് ആളെ കിട്ടാഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് ആ രാത്രിയിൽ നമ്മുടെ സ്ഥലത്ത് അവിടെ മാതാവിന് നന്ദി പറഞ്ഞ് ഫ്ലെക്സ് വെച്ചതിന് ശേഷമാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എന്നെ ഇത്രത്തോളം എൻ്റെ ലൈഫിൽ ഉയർത്തിയ, മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടിയ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവൃത്തിയും കാരുണ്യപ്രവൃത്തിയും, അതായത് എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു നിലനിൽപ്പില്ലായിരുന്നു, ഒരു ജോലി ഇല്ലാത്തതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പം മറ്റുള്ള എല്ലാവരും ചെയ്യുന്ന പോലെ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വിധവയുടെ കാണിക്കയെപ്പറ്റി ബൈബിളിൽ പറഞ്ഞ പോലെ അവളുടെ കയ്യിലുള്ളതാണ് അവൾ കൊടുത്തത്, മനസ്സറിഞ്ഞ് കൊടുത്തത്.
അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള തുച്ഛമായ ഒത്തിരി ഒന്നുമില്ല, ചിലപ്പം എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് മറ്റുള്ളവരാ. എൻ്റെ കയ്യിൽ മിച്ചം പിടിച്ച ചിലപ്പം 10 രൂപയെ കാണത്തുള്ളൂ എൻ്റെ പേഴ്സിൽ. ആ 10 രൂപ ഞാൻ മനസ്സറിഞ്ഞാണ് കൊടുത്തുകൊണ്ടിരുന്നത്. 1-2 തവണ മാത്രം ഞാൻ അതായത് വഴിയരികിലിരിക്കുന്ന അപ്പച്ചന്മാർക്കൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ ഞാൻ ആഴ്ചയിലൊന്നും ചെയ്തിട്ടില്ല. അതിനുള്ള നിവൃത്തി എനിക്ക് അന്ന് തന്നിട്ടില്ല. പക്ഷേ ഇനി എനിക്കാകാം. എനിക്കൊരു ജോലി തന്നു മാതാവ്, എനിക്ക് നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്ന്, എനിക്ക് 1ാം റാങ്ക് തന്ന്, നല്ലൊരു സ്ഥലത്ത് എനിക്ക് ജോലി ശരിയാക്കി തന്നു. ഇനി തുടർന്നും, അതായത് ഞാൻ 2024 ഒക്ടോബർ 1-നാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ ഇപ്പോഴും ഞാൻ ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആ ഒരു ജോലിക്ക് വേണ്ടി 90 ദിവസത്തേക്ക് മാത്രം മാതാവായിട്ടൊരു ഉടമ്പടിയല്ല. ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട്, വചനങ്ങൾ കേൾക്കാറുണ്ട്, ചൊല്ലാറുണ്ട്, ഞാനത് മറ്റുള്ളവരിൽ എത്തിക്കാറുണ്ട്. ഞാൻ അത്രയും വിശ്വസിക്കുന്നു. ഇന്നിപ്പം ഞാൻ ഇത്രത്തോളം ഹാപ്പിയായിട്ട് നിൽക്കുന്നതും മാതാവിൻ്റെ ആ കാരുണ്യം കൊണ്ടാണ്. പിന്നെ എന്തിന് ഞാനങ്ങനെ മാറ്റി ചിന്തിക്കണം? 90 ദിവസത്തേക്ക് വേണ്ടി മാത്രം മുറുക്കെ പിടിച്ച് എൻ്റെ ലൈഫിൽ എന്നും മാതാവ് എൻ്റെ കൂടെ വേണം. അതങ്ങനെ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഞാനിപ്പോഴും ഇവിടെ നിന്ന് സന്തോഷത്തോടെ ഈ സാക്ഷ്യം എനിക്കിവിടെ പറയാൻ പറ്റുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇതാണ് ഞാൻ അവിടെ നമ്മുടെ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഫ്ലെക്സ്. ഇതിൽ എഴുതിയിരിക്കുന്നത് PSC പരീക്ഷയിൽ 1ാം റാങ്ക് തന്നെ എന്നെ ഉയർത്തിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി എന്നും പറഞ്ഞ് സമർപ്പണം നീതു എന്ന പേരിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ അമ്മ മാതാവിന് കൊടുത്ത വാക്കായിരുന്നു, എനിക്ക് 1ാം റാങ്ക് തന്ന് ഉയർത്തുവാണെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അത് ഏറ്റു പറയുകയും അമ്മ മാതാവിന് ഞാനൊരു ഫ്ലെക്സ് വെക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ ഇവിടെ സാക്ഷ്യം പറയാൻ വരുവുള്ളൂ എന്ന്. എല്ലാം തന്ന് അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മേബിൾ. ഞാൻ വരുന്നത് ആലപ്പുഴ മണ്ണഞ്ചേരി സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ജൂൺ 29-നാണ്. 3 വർഷമായി ഞാനിപ്പോൾ ഉടമ്പടി എടുത്തിട്ട്. പാവത്തിൽ ആദ്യം ഞാൻ വെച്ചിരുന്ന നിയോഗം എന്ന് വെച്ചാൽ 15 വർഷമായി ഞാൻ കല്യാണം കഴിച്ചിവിടെ വന്നിട്ട്, പക്ഷേ സ്ഥലത്തിൻ്റെ ആധാരം, നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരം എഴുതിച്ചിട്ടില്ല എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. വെച്ചാൽ എൻ്റെ അച്ചായൻ്റെയും അമ്മായിയച്ഛൻ്റെയും അനിയൻ്റെയും അവരുടെ അമ്മയുടെയും പേരിലായിരുന്നു സ്ഥലം. അപ്പോൾ അത് എഴുതിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എഴുതിക്കാൻ പറയുമ്പോഴൊക്കെ എപ്പോഴും ഭയങ്കര വിഷയങ്ങളാണത്. എപ്പോഴും വഴക്കിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയും, പിന്നെ അത് അനങ്ങത്തില്ല. പിന്നെ കുറേ നാൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ വന്ന് മാതാവിൻ്റെക്ക് ഉടമ്പടി എടുത്തിട്ട് ആദ്യം വെച്ച നിയോഗം എന്ന് വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ ആധാരമായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും സാധിച്ചെങ്കിലും എനിക്ക് ഈ സ്ഥലത്തിൻ്റെ ആധാരത്തിന് ഒരു ഇതുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച, അമ്മേ എന്തെങ്കിലും ഒരു കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ട് അമ്മ എനിക്കത് സാധിച്ചു തരണം, അമ്മ തിരുക്കുമാരനോട് മധ്യസ്ഥം വഹിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ വന്ന് വിശുദ്ധ ഉപ്പ് കൊണ്ടുപോയി ഞാൻ ആ സ്ഥലത്ത് വിതറി 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥലം എഴുതിക്കാമെന്നുള്ള ഒരു ഇത് വന്നു. എന്നിട്ടും വീണ്ടും പിന്നെ അത് തടസ്സത്തിലോട്ട് തന്നെ പോയി. എന്നാലും ഞാൻ പ്രാർത്ഥനയിലും മടുപ്പ് വരുത്തിയില്ല. എന്തെല്ലാം പ്രശ്നം, ഒരുപാട് പരീക്ഷണങ്ങൾ ഇതിനിടയിൽ എനിക്ക് ഉണ്ടായെങ്കിലും ഞാൻ മടുപ്പ് വരുത്തിയില്ല. ജോസഫച്ചൻ പറയും പരീക്ഷണങ്ങളുണ്ടാവും, അത് പരിഹരിക്കാനുള്ള ആൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു ഇതിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഉപ്പിട്ട് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥലം എഴുതിക്കാന്നുള്ള ഇത് വന്ന്, അത് കഴിഞ്ഞിട്ട് തടസ്സങ്ങളുണ്ടായെങ്കിൽ ഞാനിവിടെ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞാൻ തൊട്ടപ്പുറത്ത് അംഗനവാടിയിലാണ് ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് ഇവിടെ വന്നിട്ട് മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ദിവസം ഇവിടെ വന്ന് മുട്ടുകുത്തുന്ന സമയത്ത് ഞാൻ കാണുകയാണ് മാതാവ് ഞങ്ങളുടെ മുറ്റത്ത് കൂടി നടക്കുന്നതായിട്ട്. എനിക്ക് ഒത്തിരി സങ്കടമായി. മാതാവ് ഒരു യോഗ്യതയില്ലെങ്കിൽ പോലും എൻ്റെ മുറ്റത്തുകൂടി മാതാവ് കടന്നു പോകുന്നത് ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ഭർത്താവിനോട് എന്നിട്ട് പറഞ്ഞ്, നമ്മുടെ കാര്യത്തിൽ മാതാവ് ഇടപെടുന്നുണ്ട്, ഇനി മനുഷ്യരോടൊന്നും പറയേണ്ട കാര്യമില്ല, അമ്മ പോയി ഇടപെട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങളുടെ കയ്യിൽ ആധാരം എഴുതിച്ച് കിട്ടി. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോഴും മാതാവിനോട് പറയും എല്ലാ കുരുക്കുകളും അഴിക്കാൻ അമ്മ മുമ്പേ പോയിട്ട് അമ്മ ആ കുരുക്കൊക്കെ അഴിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നല്ല മാറ്റങ്ങളാക്കി തരണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശ്വാസമാണ്, നല്ല വിശ്വാസമാണ്. ഭർത്താവ് ആദ്യം പറയുമായിരുന്നു എഴുതിക്കാൻ പറ്റത്തില്ല, നമ്മൾ വാടകയ്ക്ക് കിടക്കുന്ന പോലെ കിടക്കുന്ന അവസ്ഥയായിരുന്നു. ഞങ്ങളെല്ലാവരും പറയും വാടകയ്ക്ക് കിടക്കുന്ന പോലെ കിടക്കാനേ പറ്റത്തുള്ളൂ, നിങ്ങൾക്കിത് എഴുതിച്ച് കിട്ടത്തില്ല, എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത്, വേറെ എവിടെയെങ്കിലും പോയി താങ്ങിനെ പറയുമായിരുന്നു. അങ്ങനെ ഒത്തിരി വിഷമമായിരുന്നു നമുക്ക്. 2 പെൺകുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ബുദ്ധിമുട്ടിയ സമയത്താണ് അമ്മ ഇങ്ങനെ ഞങ്ങളുടെ വാതിക്കൽ കൂടി നടക്കുന്നത് കാണുകയും സ്ഥലം എഴുതിച്ച് കൈ തരികയും ചെയ്തു.
വലിയ ഒരുപാട് നന്ദി പറയുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ നിയോഗം എന്ന് വെച്ചാൽ, എനിക്ക് പള്ളിയിൽ പോയി മുട്ട് കുത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ മുട്ടിന് താഴെയായിട്ട് ഒരു തടിപ്പ് പോലെ, ഒരിങ്ങനെ എല്ലുന്ത് നിൽക്കുന്ന പോലെ തോന്നുന്നു. നമുക്ക് മുട്ടുകുത്തി നിൽക്കുവാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഞാനത് കാര്യമാക്കിയില്ലത്, എന്നാലും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ അംഗനവാടി തൊട്ടടുത്തായത് കൊണ്ട് എല്ലാ ദിവസവും എനിക്ക് വരാൻ പറ്റും. ഒരുപാട് പേര് പ്രാർത്ഥന സഹായമൊക്കെ എന്നോട് പറയും, മാതാവിനോട് അംഗനവാടി നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ എന്നൊക്കെ. അപ്പം ഞാനിവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ മുട്ടിൻ്റെ ആ ബുദ്ധിമുട്ട് അമ്മയും തിരുക്കുമാരനോട് എടുത്തു മാറ്റി തന്ന് എനിക്കിപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ വേണമെങ്കിലും ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഞാൻ എല്ലാ ദിവസവും വന്ന് ഇവിടെ വന്ന് അംഗനവാടിയിൽ വരുന്ന എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിക്കും. അഥവാ അംഗനവാടിയിൽ വരാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ ആരെങ്കിലും കൊണ്ട് എനിക്കിവിടെ ഉടമ്പടി പുതുക്കാനോ എടുപ്പിക്കാനോ ഒക്കെ വരാനുള്ള കൃപ അമ്മ തരാറുണ്ട്. ഒരുപാട് ദൂരെ നിന്നാണ് ഞാൻ മണ്ണഞ്ചേരിയിൽ നിന്ന് കൃപാസനത്തിലോട്ട് വരാൻ അധികം ദൂരം ഇല്ലെങ്കിൽ പോലും ബസ് റൂട്ടില്ലാത്തതാണ്. അവിടെ 2-3 സമയത്ത് മാത്രമേ അവിടെ ബസ്സുള്ളൂ. എങ്കിൽ പോലും ഞാൻ അംഗനവാടി വരുമ്പോഴും എനിക്ക് ഏതെങ്കിലും വിധത്തിലൊക്കെ അമ്മ മാതാവ് ഇവിടെ കൃപാസനത്തിൽ വന്നവരുടെ കൂട്ടത്തിൽ കയറി എനിക്ക് ഇവിടെ വന്ന് എന്നെ വരാനായിട്ടുള്ള സഹായം അമ്മ തന്നിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രാവശ്യം ഞാൻ പത്രം കൊടുക്കുന്നത് കൂടുതലും ക്രൈസ്തവരാണ് കൂടുതലും വാങ്ങിക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകരായാലും അല്ലാതെ പിന്നെ ജില്ലാ ആശുപത്രിയിൽ ഞാൻ കൊണ്ട് കൊടുക്കും. പിന്നെ കാരണം പക്ഷേ എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് സഹായിക്കാറുണ്ട്. പിന്നെ വയ്യാതെ കിടക്കുന്നവർക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് സഹായിക്കാനൊക്കെ വന്ന് പറയാം. മടി കൂടാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറയണം, എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തു തരും. അത് എൻ്റെ യോഗ്യത കൊണ്ടല്ല, അമ്മയുടെയും തിരുക്കുമാരൻ്റെയും കൃപ കൊണ്ട് മാത്രമാണ്. അങ്ങനെ എനിക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയും തിരുക്കുമാരും എനിക്ക് നേടിത്തന്നിട്ടുണ്ട്. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു.